ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവരുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇതെപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നല്ലൊരു ഡിസ്റ്റൻസിലിരിക്കുകയായിരിക്കും. അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി അയാളിപ്പോൾ മാറി നിൽക്കുകയാണ് നിങ്ങളോട്. അപ്പോൾ അതല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ, അതായത് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷന് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ആ ഒരു എനർജി വെച്ചിട്ട് ഒന്നെങ്കിൽ അയാളുടെ ഫാമിലിയിലുള്ള റിലേറ്റീവ്സ്, അതല്ലെങ്കിൽ ഫ്രണ്ട്സ്. അപ്പോൾ അതേപോലത്തെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ, അതായത് ആ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് കൈ ഉണ്ടായിരുന്നു, അതായത് തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ വേറൊരു അഫെയർ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചില കേസുകളിൽ അഫെയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി റിലേറ്റീവ്സുമായിട്ട് ചിലപ്പോൾ റിലേഷനുള്ള ആൾക്കാരായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതും ആവാം. അപ്പോൾ ഈ ഒരു എനർജിയുടെ അകത്ത് ഈ ഒരു പേഴ്സണ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ എന്തായിരുന്നോ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാതെ, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ കേട്ടും വലിയ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു, ഒരു ബന്ധമായിരുന്നു. അതല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചായിരിക്കും ഈ ഒരു പേഴ്സൺ പോയത്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം അവിടെ മൊത്തം പ്രോബ്ലംസാണ്, അതായത് അയാൾക്ക് ഭയങ്കര പ്രോബ്ലംസാണ് ആ സ്ഥലത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും അയാൾ അവിടെ മെൻ്റലിയും ഫിസിക്കലി ഒക്കെ അയാൾ ഒരുപാട് തകർന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കും. അപ്പോൾ അയാൾ അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരാണ് ഇടയ്ക്ക് വന്നതെന്ന് ഓർക്കുക. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിലായിരിക്കും നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യക്തിയും നിങ്ങളുടെ ആ ഒരു പേഴ്സണും തമ്മിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു എനർജി അല്ല. അപ്പോൾ അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലുള്ളതായിരിക്കാം, ചിലപ്പോൾ അഫെയർ ആയിരിക്കാം. അപ്പോൾ എന്തും ആവാം. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇപ്പോൾ അയാൾക്ക് ആവശ്യമുണ്ട്. അയാൾ അതിനു വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്കൊരു മെൻ്റൽ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും എന്നൊക്കെ അയാൾക്കൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും അയാൾക്ക് നിങ്ങളെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുമാതിരി കലങ്ങി തെളിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുവാണ്. അപ്പോൾ അയാളുടെ മൈൻഡ് ഇത്രയും നാളും എന്തൊക്കെയോ ഒരു കലക്കവെള്ളത്തിൻ്റെ അകത്തായിരുന്നു. ഇപ്പോൾ ശരിക്കും അയാൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതായത് അയാൾ ഒരുപാട് ഡിസ്റ്റർബൻസ് അയാളുടെ മൈൻഡിലും അയാളുടെ ലൈഫിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് ഇപ്പോൾ ശരിക്കും അയാൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ എനർജി വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞു എങ്കിലും ഇയാളെ എന്തോ ഇവിടെ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ട്, മനസ്സിലായോ? അപ്പോൾ അയാളുടെ ലൈഫിൽ അയാൾക്ക് അവിടുന്ന് എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് നിന്ന് അയാൾ ദൂരത്തേക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഫാമിലി ഈ പറയുന്ന പോലെ ആ ഒരു കാര്യം കൊണ്ട് അയാൾ നിങ്ങളിൽ നിന്ന് അകന്ന് ദൂരേക്ക് പോയി. പക്ഷേ അയാൾ എത്രയൊക്കെ അകന്ന് പോയാലും അയാൾക്കൊരു കണക്ഷൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട്. അതായത് നിങ്ങളെന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിലെ ഒരേപോലെ ബാലൻസ് ചെയ്ത് എല്ലാ എനർജിയും നല്ലതുപോലെ ബാലൻസ് ചെയ്ത് കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ്
ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പേഴ്സണ് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. മേ ബി അയാൾക്ക് നിങ്ങളോടുണ്ടായിരുന്നെന്ന് വെച്ചാൽ മേ ബി ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം. അതല്ല എങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസിലും കാണുന്നത് വെച്ചാൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. അതായത് ഒരു സെക്ഷൽ അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഉള്ള ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇയാൾ ചിലപ്പോൾ മൈൻഡിൽ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇട്ടിട്ട് പോയപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കാർ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോഴും അയാൾക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ അയാൾ പോകാനുള്ള കാര്യം അത് തന്നെയാണ്. അയാൾ അത്ര വലിയ ഒരു സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന അത്ര ഒരു രീതിയിലൊന്നും അയാൾ എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അയാൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്. നിങ്ങളിപ്പോൾ എത്രയൊക്കെ എന്താണെങ്കിലും ചിലപ്പോൾ നമ്മൾ ശരിയാണ് അയാൾ എനിക്ക് മാച്ചാണ്, അയാൾ എന്നെ പോലെയൊക്കെ തന്നെയാണ് ചില ക്യാരക്ടേഴ്സ്, ഞാൻ അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ മാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഇപ്പം നമ്മളോട് ദേഷ്യം കാണിച്ച പോലെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരേപോലെ തന്നെയാണ് ഈ ചില കാര്യങ്ങൾ ൊക്കെ. പക്ഷേ അയാൾക്ക് നിങ്ങൾ കാണിച്ച പോലത്തെ ഒരു ഇത് ഉള്ളിൽ നിന്നും അയാൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. പക്ഷേ ഇത് അവിടെ ചെന്നതിന് ശേഷം ഇയാൾക്ക് നിങ്ങളെ വിട്ടു പോരാൻ പറ്റുന്നില്ല. അതായത് നിങ്ങളിൽ നിന്നും ഉള്ള ആ ഒരു എന്തോ ഒരു എനർജി അവിടെ പിടിച്ചു വെക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. അപ്പോൾ ഈ ഒരു പേഴ്സണ് എപ്പോഴും നിങ്ങളിലോട്ടൊരു കണക്ഷൻ എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ അയാളുടെ ജീവിതത്തിൽ നിന്നും അയാൾ വേറെ തരത്തിലോട്ടും എന്തൊക്കെ, അതായത് ജോലിപരമായിട്ടും റിലേഷൻഷിപ്പിലും വേറെ ട്രാവൽ ചെയ്തും അയാൾക്ക് ഇഷ്ടമുള്ള തരത്തിലൊക്കെ അയാളുടെ ലൈഫ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കണക്ഷൻ അയാൾക്ക് എപ്പോഴും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ഡിസ്റ്റർബൻസ്, അതായത് ഇങ്ങനെ വേറെ റിലേഷൻഷിപ്പിലോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വിചാരവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അയാൾക്കത് വല്ലാത്തൊരു ആദ്യം ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ അയാൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. അതായത് നിങ്ങളിലേക്ക് എന്തോ ഒരു എനർജി അയാൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു എനർജിയുടെ അതും കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇയാൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അയാൾക്ക് നിങ്ങളെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലൊരു എന്താ പറയുക സോൾ ലെവലിൽ നല്ല രീതിയിലൊരു കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് എപ്പോഴും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ എന്നൊന്നും അയാൾ വലിയ ഒരു ഇതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അയാൾ ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ കുറേ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ജീവിതത്തിൽ. അപ്പോൾ അയാളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോക്കുന്നത് നിങ്ങളിലോട്ടാണ്. അതായത് നിങ്ങളുടെ അടുത്തൊരു നിങ്ങളോട് വന്നു കഴിഞ്ഞ് സംസാരിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങളെങ്ങനെ പ്രതികരിക്കും, അതല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഇപ്പോൾ അയാളുടെ മൈൻഡിൽ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പോലെ അയാളിപ്പോൾ ഇന്നോ നാളെയോ ഉടനെ അയാൾ വരുമോ ഒന്നും അല്ല. അയാളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചിന്തിക്കുകയാണ്. അത് എങ്ങനെ അതായത് ഭയങ്കര ഇൻറ്റ്യൂഷനിൽ ഇപ്പോൾ അയാളുടെ ഇൻറ്റ്യൂഷൻസ് ഇപ്പോൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ആ ഒരു, അതായത് ഇന്നിപ്പോൾ ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും ചിലപ്പോൾ അതൊക്കെ അയാൾക്ക് അറിയുമ്പോൾ അതുകൊണ്ട് അയാളൊരു കറക്റ്റ് ഒരു സമയത്തിന് വേണ്ടി, അതായത് കറക്റ്റ് ഒരു ടൈമിന് വേണ്ടി അയാൾ വെയിറ്റ് ചെയ്യാണ്. കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ അതിന് വേണ്ടി ചിലപ്പോൾ അയാളുടെ മൈൻഡിൽ അയാൾ ഓരോ കാര്യങ്ങളൊക്കെ ഓരോ എന്താ പറയുക ഓരോ ഇതൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വന്നിട്ട് അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം വർക്ക് പ്ലേസിൽ വരുമ്പോൾ എങ്ങനെയൊക്കെ അതൊക്കെ അവിടെ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് അയാൾക്ക് അറിയണം. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ചാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ഫംഗ്ഷനിൽ ആരൊക്കെ വരും, അപ്പോൾ അവരൊക്കെ എടുത്തുനിന്ന് മാറ്റി നിങ്ങളെ വേറൊരു സ്ഥലത്തുണ്ടെങ്കിൽ സംസാരിക്കും. അപ്പോൾ അയാളുടെ മൈൻഡിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി, മനസ്സിലായോ? അപ്പോൾ ഇന്നോ നാളെയോ ഫോൺ ചെയ്യാൻ വേണ്ടിയല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ല അയാൾക്ക് കണക്ഷനിലോട്ട് വരുമ്പോൾ അത് അയാൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തത് ഓരോന്ന് അയാൾ മൈൻഡിൽ ഓരോ സ്റ്റെപ്പും അയാളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങളുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി. അപ്പോൾ അതിനൊരു ഡിവൈൻ ടൈമിങ്, അതുപോലെ തന്നെ അയാൾക്ക് ഒരുപാട് എന്താ പറയുക ഹോം വർക്ക്സുകളും ചെയ്യാനുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, നിങ്ങൾ എവിടെ വെച്ച് കാണും, അപ്പോൾ എല്ലാം ഫുള്ള് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചിന്തകളാണ് അയാളുടെ മനസ്സിൽ. അപ്പോൾ നിങ്ങളോടിലേക്ക് വരാനുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ഒരു തരത്തിൽ നിങ്ങളോട് സംസാരിക്കാനും, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയുവാണെങ്കിൽ എന്ത് ഞാൻ അങ്ങോട്ട് പറയണം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ സംസാരിക്കേണ്ട ഓരോ കാര്യങ്ങളും നിങ്ങൾ തിരിച്ച് ആൻസർ നെഗറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ആൻസർ പറയുമ്പോൾ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആൻസർ. അപ്പം എല്ലാം ഇങ്ങനെ അയാളുടെ മൈൻഡിലിട്ട് അയാൾ കാൽക്കുലേറ്റ് ആ കറക്റ്റ് ടൈമിന് വേണ്ടി ആ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പോൾ
ഈ ശരിക്കും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയാളുടെ മൈൻഡിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇങ്ങനത്തെ രീതിയിൽ അയാൾ ചിന്തിക്കുമ്പോൾ, അതായത് ഭയങ്കര എന്താ പറയുക, നമ്മൾ അങ്ങനത്തെ വല്ലാത്തൊരു രീതിയിലാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് നല്ലപോലെ അറിയാം നിങ്ങളെ അയാൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കണതെന്ന് അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് നല്ല രീതിയിൽ എല്ലാം സ്മൂത്താക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് അയാളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ഉള്ളിൽ, അയാളുടെ മൈൻഡിൽ അയാൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും, നിങ്ങൾ നോ പറയോ എസ് പറയുമെന്ന് അയാൾക്ക് നോക്കേണ്ട, അയാൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. കാരണം വെച്ചാൽ അയാൾക്ക് മസ്റ്റായിട്ട് നിങ്ങളെ വേണം, മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജി ആയിട്ട് ഉണ്ടാവും. എന്തൊക്കെ നടന്നാലും അത് ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ അതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇട്ടിട്ട് പോയതിന് ശേഷം. അപ്പോൾ എനിക്ക് ഒന്നും കേൾക്കണ്ട, എനിക്ക് നിന്നെ മതി, മനസ്സിലായോ? അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ടാണ് ഇപ്പോൾ അയാളുടെ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ നമ്മളല്ല വേറെ ആര് ചിലപ്പോൾ ഇതിന് വേണ്ടാന്ന് പറഞ്ഞാലും, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ എത്രയൊക്കെ ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഇപ്പോൾ അയാൾ കാണാൻ വരുമോ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ എത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് പോയാലും ഈ ഒരു എനർജി നിങ്ങളുടെ പുറകെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് അയാളുടെ മുന്നിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങൾ ഒട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ചീറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് പോയപ്പോഴും ഞാൻ ഇനി തിരിച്ചു വരുമ്പോൾ ഞാൻ അയാളെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടം കാണുമായിരിക്കും, പക്ഷേ എങ്കിലും നിങ്ങൾ ഇനി ഒരു ട്രാപ്പിലോട്ട് പോയി ചാടാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ അയാളെ അവോയ്ഡ് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്നത് വെച്ചാൽ അയാൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വിളിച്ചും കണ്ടുമൊക്കെ ഇയാൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് പുറകെ നടക്കുന്ന ഒരു എനർജി ആയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ടെൻഷൻ ഉണ്ടാവും. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പുറകെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടെൻഷൻ ഉണ്ടാവുന്നോ അതുപോലെ തന്നെ അയാൾക്ക് നിങ്ങളെ കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്റ്റർബിങ് എനർജി ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അയാൾക്കൊരു ഒരു വട്ടിൻ്റെ ഒരു സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എങ്ങനെയൊക്കെ കരുക്കൾ നീക്കാം എന്ന് ഓർത്തുകൊണ്ട്. അപ്പം അങ്ങനെ അയാൾക്കൊരു ഒരു എന്താ അങ്ങനത്തെ ഒരു ഇത് കിട്ടുമ്പോൾ അയാൾ നിങ്ങളുടെ മുമ്പിൽ വരും. അയാൾക്ക് ഓക്കെ ആയിട്ട് വരുമ്പോൾ അയാൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരും. ഈ പറയുന്ന പോലെ നിങ്ങളെ അയാൾ ഡിസ്റ്റർബ് ചെയ്തും അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്തും നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളെ അയാൾക്ക് വേണം. ആ ഒരു രീതിയിലോട്ടുള്ളൊരു എനർജിയിലോട്ട് കൊണ്ടുവരും. നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി അയാൾ ഫുള്ളായിട്ട് അയാൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത് പുറകെ നടക്കുന്നതാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന എനർജി. പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു കാർഡ്സ് വെച്ചിട്ട് നമുക്കൊരു ലവ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലവ് എനർജീനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒരു കപ്പിൾസ് ഭയങ്കര സന്തോഷത്തോടു കൂടിയും പോകുന്ന ഒരു ഡീപ്പ് ഒരു സോൾ കണക്ഷൻ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അപ്പോൾ ഭയങ്കര എല്ലാം പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു കാർഡാണ്. പക്ഷേ നമുക്ക് ഇതിന് മുന്നേ വന്നിട്ടുള്ള ഈ ബാക്കിയുള്ള എനർജീസ് എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലവർ ഇവിടെ വന്നതിന് നമുക്കത്ര ഒരു നല്ല രീതിയിലൊരു പോസിറ്റീവ് പറയാൻ പറ്റത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, ട്വിൻ ഫ്ലെയിം എനർജിയൊക്കെ ആവാം ചിലപ്പോൾ. പക്ഷേ ഇത് നിങ്ങളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എനർജിയാണ്. ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ ട്രിഗർ ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലംസ് വെളി വന്ന് നിങ്ങൾ ഹീൽഡ് ആവാനും ആ ഒരു വ്യക്തി ഹീലാവാനും, അതുപോലെ തന്നെ പാസ്റ്റ് കർമാസിൽ, അതായത് പാസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ജന്മത്തിൽ അവരുടെ കർമ്മങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും അതിനൊക്കെ വേണ്ടിയുള്ളൊരു അതായത് നമ്മൾ ട്രിഗർ ചെയ്ത് നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു എനർജി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് രീതിയിൽ ലവേഴ്സാണ്, ഇഷ്ടപ്പെടും അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഒരു എനർജീനെ കൊണ്ട് നിങ്ങൾക്ക് ട്രിഗറിങ് ആണ് ഫുള്ള് പറയേണ്ടത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കാർമിക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാനും, അതായത് നിങ്ങളുടെ ലൈഫിലുള്ള വേറെ കാർമിക് ആയിട്ടുള്ള പേഴ്സണായിട്ടുള്ള പ്രോബ്ലംസും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ട്രിഗർ ചെയ്ത് നിങ്ങളെ കംപ്ലീറ്റ്ലി ഹീലാക്കാൻ വേണ്ടി വരുന്ന ഒരു എനർജിയാണിത്. അതായത് ട്വിൻ സോൾ ആണെങ്കിൽ കൂടെ തന്നെയും ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നിക്കേണ്ടവരല്ല, പക്ഷെ നിങ്ങൾ ട്രിഗർ ചെയ്ത് നിങ്ങൾ ഹീൽഡ് ആ ഒരു ഹീൽഡ് വേർഷനിലോട്ട് വരണം. അതിനു വേണ്ടിയാണ് ഈ എനർജി ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടും ഇയാൾക്ക് നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞതുപോലെ ആ ഒരു ആദ്യത്തെ കാർഡിൻ്റെ ഇത് വെച്ചിട്ട് ഇയാൾക്ക് ഇങ്ങോട്ടൊരു കണക്ഷൻ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലോട്ട്. അത് നിങ്ങളുടെ ഈ എനർജിയും അയാളുടെ എനർജിയും തമ്മിൽ നല്ല രീതിയിൽ ഒരു ബോണ്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ
ഇത് ശരിക്കും പറഞ്ഞാൽ ലവേഴ്സ് കാർഡാണ്, പക്ഷെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്താലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കല്ല. ശരിയാണ്, അവർ ചെയ്തിട്ടുള്ള തെറ്റാണ് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു ലൈഫിൽ വന്നപ്പോൾ നമ്മുടെ പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് പോകാൻ വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മുടെ സോൾ ലെവലിൽ നമ്മൾ ഈ ഒരു ബോണ്ടിൽ നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഇങ്ങനത്തെ ട്രിഗറിങ് കാര്യം കിട്ടുന്നത്, നമ്മൾ ആ ഒരു പ്യുവർ ഫോമിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആ ഒരു സോൾ വൈസ് മാത്രം കണക്ട് ചെയ്യുക, അല്ലാതെ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ട് അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തന്നെ ഇത് അങ്ങനെ അയാൾ മാറി നിന്ന് ചീത്ത വിളിക്കുക വഴക്കുണ്ടാക്കുകയോ എടുക്കുക ചെയ്യാതെ ആ ഒരു പേഴ്സൺ വന്നിരിക്കുന്നത് എന്നെ മിറർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് മനസ്സിലാക്കി അയാൾ എന്താണോ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ളത് അത് എൻ്റെ ഉള്ളിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ക്ലിയർ ചെയ്ത് പോകണമെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ഹയർ ലെവലോട്ട് വരിക. അതുപോലെ നിങ്ങളുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് തോന്നുന്നുണ്ടല്ലോ അയാൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതേപോലത്തെ ഒരു നേച്ചറാണ്. അതായത് എല്ലാം വളരെ സ്നേഹത്തോടും നല്ല രീതിയിലും എല്ലാം അയാൾക്ക് ഭയങ്കര കെയറിങ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അയാൾ വരുന്നത്. അതേപോലത്തെ എനർജി തന്നെയാണ് നമുക്കിപ്പോഴും ഇവിടെ കാർഡ്സിലും വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അതായത് നിങ്ങളുടെ പേർപ്പസിലോട്ട് നിങ്ങൾ എത്തുകയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അതിനു വേണ്ടിയാണ് ഈ ഒരു റിലേഷൻ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് പേർപ്പസിലോട്ട് എത്താൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മിക്കവാറും എല്ലാ ഹീലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സ് എന്താണോ നിങ്ങളുടെ ലൈഫ് പേർപ്പസിൽ തന്നിരിക്കുന്ന ആ ഒരു രീതിയിലോട്ട് വന്നിട്ട് നിങ്ങൾ എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് ട്രബിൾ ഉണ്ടായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, സ്റ്റഡീസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം മാറി നിങ്ങളൊരു മാഗ്നറ്റ് പോലെ വന്ന് നിങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും വരാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻഡാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽഡ് ആവും. അപ്പോൾ നിങ്ങളുടെ സോൾ പേർപ്പസിലോട്ട് വരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ആ ഒരു സോൾ പേർപ്പസിലോട്ട് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതും ഇങ്ങനെയുള്ള ട്രിഗറിങ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോൾ പേർപ്പസിലോട്ട് എത്തി നിങ്ങൾ ആ ഒരു ഹയർ ലെവലിലോട്ട് വരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.